മക്കളെ മായർ സാറടാ. സോ മക്കളെ ഇന്റർവെല്ലിൽ നിന്നും മക്കളെ ഈ ഒരു സ്റ്റുഡിയോയിൽ നിന്നും മക്കളെ നമ്മൾ പുതിയ ചാപ്റ്റർ അല്ലേ, നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലേ, അതായത് നമ്മൾ കെമിസ്ട്രി തന്നെടാ അവസാനത്തെ ചാപ്റ്ററുമായിട്ടാണ് നമ്മൾ കണ്ടുമുട്ടാൻ വേണ്ടി പോണത്. റെഡിയാണോ? സോ മക്കളെ ചാപ്റ്റർ ഏതാടാ? ഏഴാമത്തെ ചാപ്റ്റർ. എടാ ഈ ഏഴാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്കറിയും, എങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ മാത്രം എന്ത് ചെയ്യുക, കവർ ചെയ്ത് പോവുക. ഫോക്കസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് മക്കളെ ഇന്റർവെല്ലിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആ ഫോക്കസ് ആയിട്ടുള്ള കാര്യങ്ങൾ മക്കളെ ഫസ്റ്റ് ആരാടാ? അമോണിയാണ് അല്ലേ. എടാ അമോണിയ അല്ലേ. എടാ അമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വഭാവം പറഞ്ഞത് മക്കളെ, അമോണിയ ആക്ച്വലി മക്കളെ എന്താണ്? ഒരു ഗ്യാസ് ആണ് അല്ലേ. അമോണിയ ആക്ച്വലി എന്താ മക്കളെ? ഒരു ഗ്യാസ് സ്റ്റേറ്റ് ആണ് കാണപ്പെടുന്നത്. ഗ്യാസ് എന്ന് പറയുന്ന അവസ്ഥയിലാണ് അമോണിയ കാണപ്പെടുന്നത്. റെഡിയാണോ? അമോണിയ എന്താ മക്കളെ? ഗ്യാസ് സ്റ്റേറ്റിലാണ് മക്കളെ, വാതകാവസ്ഥയിലാണ് മക്കളെ ആര് കാണപ്പെടുന്നത്? അമോണിയ കാണപ്പെടുന്നത്. എടാ അമോണിയ എന്ന് പറഞ്ഞ മക്കളെ ഒരു ബേസിക് സ്വഭാവമാണ് അല്ലേ. അതായത് ഒരു റെഡ് ലിറ്റ്മസ് പേപ്പർ എന്തായി മാറുന്നടാ? ബ്ലൂ നേച്ചർ ആയിട്ട് കാണിക്കുന്നു. സോ അതാണ് മക്കളെ അമോണിയ. അതായത് ബേസിക് സ്വഭാവമാണ്. ആർക്ക് പ്രത്യേകത മക്കളെ? അമോണിയക്ക് പ്രത്യേകത. റെഡിയാണോ മക്കളെ? നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ അമോണിയ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്. അതുപോലെ തന്നെ അതാ ഒരു ബേസിക് സ്വഭാവമാണ്. കാരണം റെഡ് ലിറ്റ്മസ് പേപ്പർ എന്തായി മാറുന്നുടാ? ഒരു ബ്ലൂ ലിറ്റ്മസ് ആയി മാറുന്നു. സോ അതുകൊണ്ടാണ് അതിന്റെ ബേസിക് സ്വഭാവം എന്ന് പറയാൻ കാരണം. റെഡിയാണോ മക്കളെ? സോ നമുക്ക് ആദ്യം തന്നെ മക്കളെ അമോണിന്റെ പ്രിപ്പറേഷൻ നോക്കിയാലോടാ. നോക്കിക്കോ. അമോണിന്റെ സ്മെല്ല് എന്ന് പറയുന്നത് സ്മെല്ലായിരിക്കൂടാ, ഒരു പഞ്ചന്റ് സ്മെല്ലായിരിക്കും കേട്ടോ. ആരെ ഒരു ദുർഗന്ധമായിട്ടുള്ള ഒരു സ്മെല്ലായിരിക്കും ആർക്ക് ഉണ്ടാവൂടാ? അമോണിയക്ക് ഉണ്ടാവുക. റെഡിയാണോ? സോ നോക്കിക്കോട്ടെടാ. എടാ അമോണിയ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കിക്കോ. അമോണിയം ക്ലോറൈഡിലേക്ക് ഞാൻ എന്താ ആയിരുന്നു? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ആയിരുന്നു. അതാണ് മക്കളെ ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണിക്കുന്നത്. അമോണിയം ക്ലോറൈഡിലേക്ക് സാക്കർ ലൈം എന്ത് ചെയ്തു? ആഡ് ചെയ്ത് ചൂടാക്കുന്നു. എടാ ചൂടാക്കിയ സമയത്തടാ എന്തൊക്കെ ഉണ്ടടാ? ഒന്ന് അമോണിയം ഗ്യാസ് ഉണ്ട്. റെഡിയാണോ? അതുപോലെ തന്നെ മക്കൾ ആരുണ്ടടാ? വാട്ടർ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ എന്താടാ? വാട്ടർ ഉണ്ട്. റെഡിയാണോടാ? വാട്ടർ ഉണ്ട് മക്കളെ. അങ്ങനെ അമോണിയവും വാട്ടറും ഉണ്ട് കേട്ടോ. ഇതിലൂടെ സഞ്ചരിക്കട്ടോ. എടാ ഇതിലൂടെ സഞ്ചരിച്ച സമയത്ത് അപ്പോൾ അമോണിയവും വാട്ടറും കൂടെ മിക്സ്ഡ് ആയി മാറി. പറ്റൂല, വാട്ടറിന് ഒഴിവാക്കണം. എടാ വാട്ടറിന് ഒഴിവാക്കാൻ വേണ്ടി ആരും ഉപയോഗിക്കുന്നടാ? കാൽഷ്യം ഓക്സൈഡ് ആഡ് ചെയ്യുന്നു. കാൽഷ്യം ഓക്സൈഡ് എന്താണ്? വാട്ടറിന് എന്ത് ചെയ്യുന്നു? റീക്കൺ ചെയ്യുന്നു. വാട്ടറിന് എന്ത് ചെയ്തു? കൂടിച്ചേർന്ന് വാട്ടറിനോട് ഇങ്ങോട്ട് അല്ലേ ഇഷ്ടപ്പെടുന്നു. വാട്ടറുമായിട്ട് കാൽഷ്യം ഓക്സൈഡ് ഇഷ്ടപ്പെടുന്നു. റെഡിയാണോ? അപ്പോൾ വാട്ടറിന് എന്ത് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആരും ഉപയോഗിക്കുന്നടാ? കാൽഷ്യം ഓക്സൈഡ് ആഡ് ചെയ്യുന്നു. എന്നിട്ട് അതിലേക്ക് പിന്നീട് മക്കളെ പിന്നീട് ആരുണ്ടാവും? നമുക്ക് അമോണിയാണ് എന്ത് മേലേക്ക് എന്ത് ചെയ്യുന്നത്? ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നത്. നമുക്ക് വാട്ടറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ആഡ് ചെയ്യുന്നതാ? കാൽഷ്യം ഓക്സൈഡിന് ആഡ് ചെയ്യുന്നത്. റെഡിയാണോ? ആ വാട്ടറിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. റെഡിയാണോ? പിന്നീട് ആര് മാത്രം ഉണ്ടാവുള്ളൂ? വാട്ടറിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ആര് മാത്രം ഉണ്ടാവുള്ളൂടാ? അമോണിയ മാത്രമല്ലടാ ഉണ്ടാവുക. റെഡിയാണോ? സോ ഇതാണ് മക്കളെ അമോണിയന്റെ എക്സ്പെരിമെന്റ് നമുക്ക് പറയാനുള്ളത്. എടാ അമോണിയ നിർമ്മിക്കുന്ന അമോണിയയുടെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയയുടെ പേരുണ്ടടാ. അവരെ പറഞ്ഞ പേരടാ ഹേബർ പ്രോസസ് എന്ന് പറയും. ഏത് പ്രോസസ്സടാ? ഹേബർ പ്രോസസ്. ഹേബർ പ്രോസസ്. എടാ ഹേബർ പ്രോസസ് എങ്ങനെ നമ്മൾ ഉണ്ടാക്കുക? നൈട്രജൻ പ്ലസ് 3 ഹൈഡ്രജൻ ഗീവ്സ് എന്ത് കിട്ടൂടാ? 2NH3. കാരണം ഇത് റിയാക്ഷൻ മക്കളെ റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അതായത് റിയാക്ടന്റ് എന്തായി മാറുന്നുടാ? പ്രൊഡക്റ്റായി മാറുന്നു. അതായത് ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നു. തിരിച്ച് പ്രൊഡക്റ്റ് എന്തായി മാറുന്നുടാ? റിയാക്റ്റന്റ് ആയി മാറുന്നു. തിരിച്ചെന്ത് നടക്കുന്നുടാ? ബാക്ക്വേർഡ്. അതായത് ഫോർവേഡ് നടക്കുന്നു, ബാക്ക്വേർഡ് നടക്കുന്നു. അത്തരത്തിലുള്ള റിയാക്ഷനെ പറയുന്ന പേരാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ. സോ ദ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ ഓർ ഹേബർ പ്രോസസ് ഈസ് എക്സാമ്പിൾ ഫോർ ഏത് റിയാക്ഷൻ ആടാ? റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. റെഡിയാണോ? റിയാക്റ്റന്റ് പ്രൊഡക്റ്റായി മാറുന്നു. തിരിച്ച് പ്രൊഡക്റ്റ് എന്തായി മാറുന്നുടാ? റിയാക്റ്റന്റ്. അഭികാരങ്ങൾ ഉൽപ്പന്നവും ഉൽപ്പന്നങ്ങൾ അഭികാരങ്ങളുമാവുന്ന റിയാക്ഷനെ പറയുന്ന പേരാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയും. ഇമ്പോർട്ടന്റ് ആണ്. റെഡിയാണോ? പ്രിപ്പറേഷൻ ഓഫ് അമോണിയ പറയുന്ന പേരെന്താടാ? ഹേബർ പ്രോസസ് ആണ്. അതാണ് N2 + 3H2 ഗീവ്സ് എന്ത് കിട്ടൂടാ? 2NH3 എന്ന് പറയും. റെഡിയാണോടാ? സോ നോക്കിക്കോ. നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കോ മക്കളെ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഒരു കാറ്റലിസ്റ്റ് ആഡ് ചെയ്യും. ഈ ഒരു പ്രിപ്പറേഷൻ ഓഫ് ഹേബർ പ്രോസസ് കാറ്റലിസ്റ്റ് ആഡ് ചെയ്യും. അതിനെ പറയുന്ന പേരാടാ സ്പോഞ്ചി അയൺ എന്ന് പറയും. എന്താടാ? സ്പോഞ്ചി അയൺ. സ്പോഞ്ചി അയൺ. അതായത് Fe എന്ന് ചേർത്താൽ മതി കേട്ടോ. എന്താണ് Fe? കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് റിയാക്ഷന്റെ വേഗത കൂട്ടാൻ വേണ്ടിയിട്ടാണ് ആരും ഉപയോഗിക്കുന്നത്? കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നത്. സോ ദ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ ഹേബർ പ്രോസസ് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആരാ മക്കളെ? ആരായിരിക്കൂടാ? സ്പോഞ്ചി അയൺ Fe ആയിരിക്കും. റെഡിയാണോ? എടാ നെക്സ്റ്റ് പ്രോപ്പർട്ടി നമുക്ക് പഠിക്കാനുള്ള കേട്ടോടാ. ഇമ്പോർട്ടന്റ് ആയിട്ടോടാ മക്കളെ. ലീഷാർട്ട്ലെസ് പ്രിൻസിപ്പാൾ അല്ലേ. എടാ നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യാനുള്ളതാ? ലീഷാർട്ട്ലെസ് പ്രിൻസിപ്പാൾ. എടാ ലീഷാർട്ട്ലെസ് പ്രിൻസിപ്പാൾ എന്ത് കഴിഞ്ഞാൽ എന്താ മക്കളെ? അതായത് ഇക്വിലിബ്രിയത്തിനെടാ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വന്നു. എടാ ഇക്വിലിബ്രിയത്തിന് എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം തന്നെടാ അതിനെ സ്വയം ഇല്ലാതാക്കി റീഅഡ്ജസ്റ്റ് ചെയ്യുന്നു. ആ പ്രിൻസിപ്പാളിനെ ആ ഒരു നിയമത്തിനെ പറയുന്ന പേരാടാ ലീഷാർട്ട്ലെസ് പ്രിൻസിപ്പാൾ എന്ന് പറയും. റെഡിയാണോടാ? റെഡിയാണോ? സോ മക്കളെ ഫസ്റ്റ് ഓൺ നോക്കിക്കോടാ. ഫസ്റ്റ് ഓൺ നോക്കിക്കോ മക്കളെ. ശ്രദ്ധിക്കട്ടോടാ. ഫസ്റ്റ് ഓൺ നോക്കിക്കോ. കോൺസെൻട്രേഷനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ആരെ പറ്റിയിട്ടാ മക്കളെ? കോൺസെൻട്രേഷൻ. റെഡിയാണോ? എടാ ഒരു എക്സാമ്പിൾ കാണിച്ചതാ. N2 + 3H2 ഗീവ്സ് എന്ത് കിട്ടൂടാ? 2NH3.
മക്കളെ ഞാൻ റിയാക്റ്റൻ്റുകൾ കൂട്ടി, അതായത് നൈട്രജൻ്റെ ഡെൻസിറ്റി എന്ത് ചെയ്തു, നൈട്രജൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്തു കൂട്ടി. ശരിയാണോ? നൈട്രജന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്തു കൂട്ടി, അതായത് റിയാക്റ്റന്റ് കൂട്ടി. റിയാക്റ്റന്റ് കൂട്ടി കഴിഞ്ഞാൽ ആലോചിച്ചോ കേട്ടോ, റിയാക്റ്റന്റ് കൂട്ടിയത്, അപ്പൊ റിയാക്റ്റന്റ് കൂടി പ്രൊഡക്റ്റ് എന്ത് ചെയ്തു കുറഞ്ഞു. അപ്പൊ മക്കളെ തിരിച്ച് ഇതേമാരിക്കാക്കണ്ടേ, അപ്പൊ എന്തെടുക്കൂടാ ഫോർവേഡ് റിയാക്ഷൻ, റിയാക്റ്റങ്ങൾ എന്താക്കി മാറ്റൂടാ, കുറച്ച് പ്രൊഡക്റ്റിന് കൊടുക്കും, എന്തിനുമായിട്ട് ഈക്വൽ ആവാമായിട്ട്. ശരിയാണോ? അപ്പൊ മക്കളെ റിയാക്റ്റന്റ് കൂടി കഴിഞ്ഞാൽ മക്കളെ ഏത് റിയാക്ഷൻ നടക്കൂടാ, ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നു. FR ഫോർവേഡ് റിയാക്ഷൻ നടക്കുക. ശരിയാണോ? തിരിച്ചു നോക്കിക്കോട്ടോടാ, തിരിച്ചു നോക്കിക്കോ 2NH3 ആട്ടോ. തിരിച്ച് ഞാൻ എന്ത് ചെയ്തോടാ, പ്രൊഡക്റ്റ് കൂട്ടി, അതായത് അമോണിയ കൂട്ടി. മക്കളെ ഇതെന്താണ് പ്രൊഡക്റ്റ് കേട്ടോ, ഇതെന്താണ് റിയാക്റ്റന്റ്. ഞാൻ അമോണിയുടെ അളവ് നല്ലതുപോലെ കൂട്ടി. അമോണിയുടെ അളവ് നല്ലതുപോലെ പ്രൊഡക്റ്റ് കൂട്ടി. ഉൽപ്പന്നം കൂട്ടിക്കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഉൽപ്പന്നം കൂടി, റിയാക്റ്റന്റ് കുറഞ്ഞു ചെയ്തു. അപ്പൊ എന്ത് ചെയ്യും, വീണ്ടും ഈക്വൽ ആവാൻ വേണ്ടി കുറച്ച് ഉൽപ്പന്നം അങ്ങോട്ട് കൊടുക്കും. അപ്പൊ ഏത് റിയാക്ഷൻ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. ശരിയാണോ? ഇതാണ് മെയിൻ ഹൈലൈറ്റ്. അതായത് റിയാക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷനും, പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിട്ട് നടക്കുക. റെഡിയാണോടാ? നെക്സ്റ്റ് ടോപ്പിക് കേട്ടോ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് മക്കളെ ടെമ്പറേച്ചർ എന്ന് പറയും. എന്താടാ ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ കേട്ടോ, നോക്കിക്കോ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഒരു റിയാക്ഷൻ കാണിച്ചില്ല. ടെമ്പറേച്ചർ നമുക്ക് രണ്ട് രീതി പഠിക്കാണ്ട്, ഒന്ന് എക്സോ തെർമിക്കും, ഒന്ന് എന്താ എൻഡോ തെർമിക്കും. എക്സോ തെർമിക് എന്ന് പറയുന്നത് ഹീറ്റിനെ പുറത്തേക്ക് വിടുന്നതിന് പറയുന്ന പേരാണ് എക്സോ തെർമിക്കും. ഹീറ്റിനെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നത് ഇതായിരിക്കും എൻഡോ തെർമിക് ആയിട്ട് മറക്കല. മക്കൾക്ക് അറിയും എക്സോ എന്ന് പറഞ്ഞ പുറത്ത്, എക്സിറ്റ് എന്ന് പറഞ്ഞ പുറത്ത് അല്ലേ, ഹീറ്റിനെ പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യുന്ന എക്സോ തെർമിക്കും, ഉള്ളിലേക്ക് സ്വീകരിക്കുന്നത് എൻഡോ തെർമിക്കുമാണ്. റെഡിയാണോടാ? സോ അങ്ങനെ മക്കളെ നമുക്ക് നോക്കിക്കോട്ടോടാ, എക്സോ തെർമിക് ആണ് മക്കളെ. എക്സോ തെർമിക് മക്കളെ, ഒരാളെ എക്സോ തെർമിക് ആണെങ്കിൽ മക്കളെ നമ്മൾ മനസ്സിലാക്കുക, ഒന്നില്ലെങ്കിൽ ΔH അഥവാ എന്തായാലും എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. അത് മക്കളെ ഹീറ്റ് എവിടെ ആയിരിക്കും, പ്രൊഡക്റ്റിൻ്റെ സൈഡിലായിരിക്കും. ഹീറ്റ് പ്രൊഡക്റ്റിൻ്റെ സൈഡിലാണെങ്കിൽ മക്കളെ, ഹീറ്റ് പ്രൊഡക്റ്റിൻ്റെ സൈഡിലാണ് മക്കളെ ഏതായിരിക്കും എക്സോ തെർമിക്. പറഞ്ഞു തരാം, ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. N2 + 3H2 ഗീവ്സ് എന്താ 2NH3 + ഹീറ്റ്. മക്കൾ ഇത് ഏത് റിയാക്ഷൻ എക്സോ തെർമിക്ക. എങ്ങനെ മനസ്സിലായി? പ്രൊഡക്റ്റിന്റെ സൈഡിലാ, അതായത് ഉൽപ്പന്നത്തിന്റെ സൈഡിലാ ഹീറ്റ് ഉള്ളത്. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ നോക്കിക്കോട്ടടാ, ഒരു എക്സോ തെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടി, അതായത് ഹീറ്റ് എവിടെയാ മക്കളെ, ഹീറ്റ് എവിടെയാടാ, പ്രൊഡക്റ്റിന്റെ സൈഡിലാ. സോ പ്രൊഡക്റ്റിന്റെ സൈഡിലുള്ള അളവ് കൂടി, ഹീറ്റ് കൂടി അഥവാ ടെമ്പറേച്ചർ കൂടി. ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കട്ടോ, ഹീറ്റ് എവിടെയാണ്, എക്സോ തെർമിക് ഹീറ്റ് എവിടെയാണ്, പ്രൊഡക്റ്റിന്റെ സൈഡിലാട്ടോ. പ്രൊഡക്റ്റിന്റെ സൈഡിലുള്ള ഹീറ്റ് എന്ത് ചെയ്തോടാ, ടെമ്പറേച്ചർ നല്ലതുപോലെ കൂട്ടി. സോ ടെമ്പറേച്ചർ കൂട്ടി. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യടാ, കുറച്ച് പ്രൊഡക്റ്റ് കുറച്ച് ഹീറ്റ് അങ്ങോട്ട് കൊടുക്കടാ, റിയാക്ഷൻ സൈഡിൽ കൊടുക്കും. സോ അതേത് റിയാക്ഷൻ ബാക്ക്വേർഡ് റിയാക്ഷൻ. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഫോർ ദ എക്സോ തെർമിക് റിയാക്ഷൻ, ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഏതായിരിക്കും മക്കൾ അത് ഉണ്ടാവുക, ഏതായിരിക്കും നിങ്ങൾ പറയടാ, ഏതായിരിക്കും ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇനി മക്കളെ എക്സോ തെർമിക്കൽ ടെമ്പറേച്ചർ കുറച്ചു. മക്കളെ എക്സോ തെർമിക്കൽ ഹീറ്റ് എവിടെയാണ് മക്കളെ, ഹീറ്റ് എവിടെയാണ്, പ്രൊഡക്റ്റിന്റെ സൈഡിലല്ലേ. ടെമ്പറേച്ചർ കുറച്ചു, അപ്പടാ പ്രൊഡക്റ്റ് കുറഞ്ഞു. ടെമ്പറേച്ചർ കുറച്ച് പ്രൊഡക്റ്റ് കംപ്ലീറ്റ് കുറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യുക, കുറച്ച് റിയാക്ഷൻ അങ്ങോട്ട് കൊടുക്കും, റിയാക്ടന്റ് കുറച്ച് ഹീറ്റ് എന്ത് ചെയ്യും അങ്ങോട്ട് കൊടുക്കും. അപ്പൊ ഏത് റിയാക്ഷനാടാ, ഫോർവേഡ് റിയാക്ഷൻ. റെഡിയാണോ? ഇനി തിരിച്ച് നമുക്ക് പറയാം. ഞാൻ എൻഡോ തെർമിക്കിന്റെ കേസിലേക്കോട്ടാ. എൻഡോ തെർമിക് റിയാക്ഷനില് എൻഡോ തെർമിക് റിയാക്ഷൻ എൻഡോ തെർമിക്കില് ΔH എന്തായിരിക്കും മക്കളെ, പോസിറ്റീവ് ആയിരിക്കും. റെഡിയാണോ? അങ്ങനെ മക്കളെ ഹീറ്റ് ഏത് സൈഡിലായിരിക്കൂടാ, എൻഡോ തെർമിക് ആണെങ്കിൽ ഹീറ്റ് ഏത് സൈഡിലായിരിക്കൂടാ, റിയാക്ടന്റിന്റെ സൈഡിലായിരിക്കും. ഹീറ്റ് അറ്റ് റിയാക്ടന്റ് സൈഡ്. മക്കളെ ഒരു എക്സാമ്പിൾ കാണിച്ചുതരാം. N2 + 3H2 + ഹീറ്റ് ഗീവ്സ് എന്ത് കിട്ടൂടാ, 2NH3. മക്കളെ അയച്ചു കിട്ടടാ, ഹീറ്റ് ഹീറ്റ് എവിടെയാണടാ, റിയാക്ടന്റ് സൈഡിലല്ലേ. ടെമ്പറേച്ചർ കൂട്ടി, റിയാക്ടന്റ് സൈഡിലെ ടെമ്പറേച്ചർ കൂട്ടി. ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞാൽ എന്ത് നടക്കൂടാ, ഫോർവേഡ് റിയാക്ഷൻ നടക്കും അല്ലേ. ഇങ്ങോട്ട് അയച്ചു നോക്കടാ, റിയാക്ഷന്റെ കൂടിയത് കാരണം ഹീറ്റ് എവിടെയാണ്, എൻഡോ തെർമിക്കില് റിയാക്ടന്റ് സൈഡിലല്ലേ. ടെമ്പറേച്ചർ കൂട്ടി, അപ്പൊ റിയാക്ടന്റ് കംപ്ലീറ്റ് കൂടി. റിയാക്ടന്റ് കംപ്ലീറ്റ് കൂടി കഴിഞ്ഞാൽ എന്താ കുറച്ചങ്ങോട്ട് കൊടുക്കും. മക്കളെ അതേത് റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ. ഈ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും മക്കളെ അല്ലേ, റിയാക്ഷനിൽ ടെമ്പറേച്ചർ കുറച്ച് പ്രൊഡക്റ്റ് അങ്ങോട്ട് കൊടുക്കും. അതേതാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. വെരി ഗുഡ്. ഓക്കെ അല്ലേ മക്കളെ, മനസ്സിലായോ? ടെമ്പറേച്ചറിന്റെ കേസിൽ മനസ്സിലായോ നിങ്ങൾക്ക്? എക്സോ എൻഡോയും രണ്ടും വ്യത്യാസമുണ്ട്, അത് മനസ്സിലാക്കി പോകണം കേട്ടോ, അല്ലെങ്കിൽ എന്ത് ചെയ്യും നമുക്ക് തെറ്റിപ്പോവും. റെഡിയാണോടാ? സോ നോക്കിക്കോ. നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോട്ടെടാ. നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോ, പ്രഷറിന്റെ കേസിൽ. നെക്സ്റ്റ് എന്താ മക്കളെ, പ്രഷർ. ഓക്കെ അല്ലേ? ലീസ്റ്റാർട്ട് പ്രിൻസിപ്പൾ മൂന്നാമത് നമുക്ക് ആരാടാ, പ്രഷർ. പ്രഷർ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എടാ പ്രഷർ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ സൈഡിലേക്കാണ് എന്ത് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. N2 + 3H2 ഗീവ്സ് എന്ത് കിട്ടടാ 2NH3. മക്കളെ ഇവിടെ നമ്പർ ഓഫ് മോൾസ് എത്ര? നൈട്രജൻ സൈഡിൽ എത്ര? 1, ഹൈഡ്രജൻ സൈഡിൽ എത്രടാ 3. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്രടാ 4. ഓക്കെ അല്ലേ? പക്ഷെ നമുക്ക് അമോണിയക്ക് എത്രടാ? പ്രൊഡക്റ്റ് സൈഡിൽ എത്ര നമ്പർ ഓഫ് മോൾസ്? 2. എടാ പ്രഷർ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക? നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ സൈഡിലേക്ക്. അറിയണോ? അപ്പം നമ്മൾ പ്രഷർ കൂടുക എന്ന് പറഞ്ഞു. ഇവിടെ നമ്പർ ഓഫ് മോൾസ് എവിടെ കുറവടാ? പ്രൊഡക്റ്റ് സൈഡിലല്ലേ. സോ ഇങ്ങോട്ടില്ലടാ ഷിഫ്റ്റ് ചെയ്യുക. അതേത് ഷിഫ്റ്റിംഗ് എടാ? ഫോർവേഡ് റിയാക്ഷൻ അല്ലടാ. അപ്പോൾ പ്രഷർ ഈ ഒരു കേസ് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ മക്കളെ എങ്ങനെ ഇരിക്കൂടാ? ഫോർവേഡ് റിയാക്ഷനാ. കാരണം നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. വേറെ എക്സാമ്പിൾ കാണിച്ചിട്ട് ഞാൻ H2 + I2 ഗീവ്സ് എന്താടാ 2HI. മക്കളെ ഇവിടെ നമ്പർ ഓഫ് മോൾസ് 2. ഇവിടെ നമ്പർ ഓഫ് മോൾസ് എത്ര? 2. കാരണം മക്കളെ ഇവിടെ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. കാരണം ഇവിടെ നമ്പർ ഓഫ് മോൾസ് സെയിമാ. നമ്പർ ഓഫ് മോൾസ് മറ്റേ ചേഞ്ച് വന്നിട്ടില്ല. റിയാക്റ്റീവ് നമ്പർ ഓഫ് മോൾസ് 2, പ്രൊഡക്റ്റ് നമ്പർ ഓഫ് മോൾസ് 2. സോ ഇവിടെ എന്തില്ല? ഈ പ്രഷറിന് എന്തില്ല? ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. പ്രഷർ ഹാസ് നോ എഫക്റ്റ് എന്ന് എഴുതി പോകണം. റെഡിയാണോ? അത് മക്കൾ ഒരു വട്ടം പ്രീവിയസ് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2023-24 ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റൻസ്. ഇതേ അവർക്ക് പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു കേസിൽ നമ്പർ ഓഫ് മോൾസ് യാതൊരു എഫക്റ്റും ഇല്ല. നമ്പർ ഓഫ് മോൾസ് വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ പ്രഷറിന് എഫക്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം പ്രഷർ കൂടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ സൈഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക. റെഡിയാണോ? നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോട്ടെടാ. നെക്സ്റ്റ് ടോപ്പിലേക്ക് പോട്ടെ. സോ നെക്സ്റ്റ് ടോപ്പിക് മക്കളെ സൾഫ്യൂരിക് ആസിഡ്. എന്താ മക്കളെ? സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷന്. എടാ സൾഫ്യൂരിക് ആസിഡ് പ്രിപ്പറേഷൻ നോക്കിക്കോട്ടെടാ. ആദ്യം എന്ത് ചെയ്തോടാ? സൾഫർ ഓക്സിജനുമായി കൂടിച്ചേർന്നിട്ടാ സൾഫർ ഡൈ ഓക്സൈഡ് കിട്ടി. സൾഫർ ഡൈ ഓക്സൈഡ് ഈ പ്രിപ്പറേഷനെ പറയുന്ന പേരാടാ കോണ്ടാക്ട് പ്രോസസ് എന്ന് പറയും. എന്ത് പ്രോസസ്സാടാ? കോണ്ടാക്ട് പ്രോസസ്സ്. റെഡിയാണോ? സോ നോക്കിക്കോട്ടോടാ. സൾഫർ ഓക്സിജനുമായി കൂടി ചേർന്നിട്ട് സൾഫർ ഡൈ ഓക്സൈഡ് കിട്ടി. വീണ്ടും ഇടാ സൾഫർ ഡൈ ഓക്സൈഡ് ഓക്സിജനുമായിട്ട് കൂടി ചേർന്നിട്ടാ സൾഫർ ട്രൈ ഓക്സൈഡ് കിട്ടി. എടാ ഇങ്ങനെ സൾഫർ ട്രൈ ഓക്സൈഡ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാറ്റലിസ്റ്റ് കൊടുക്കണടാ. ആ കാറ്റലിസ്റ്റ് ആരാടാ? ആ കാറ്റലിസ്റ്റ് പഠിച്ചോളി. V2O5 അഥവാ വനേഡിയം പെന്റോക്സൈഡ് എന്ന് പറഞ്ഞ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുക. എപ്പോഴാണ് ഉപയോഗിക്കുക? സൾഫർ ഡൈ ഓക്സൈഡിനെ വീണ്ടും ഓക്സിജൻ പ്രോസസ് റിയാക്ട് ചെയ്തു അണ്ടർ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് കോൾഡ് വനേഡിയം പെന്റോക്സൈഡ് അഥവാ V2O5. റെഡിയാണോ? എടാ മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം. കോണ്ടാക്ട് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് വനേഡിയം പെന്റോക്സൈഡ് ആണെങ്കിൽ ഹേബർ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആരടാ? സ്പോഞ്ചി അയൺ ആണ്. റെഡിയാണോ? സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടിയടാ? അപ്പൊ നമുക്ക് സൾഫർ ട്രൈ ഓക്സൈഡ് കിട്ടി. എടാ ഈ സൾഫർ ട്രൈ ഓക്സൈഡ് വീണ്ടും വാട്ടറുമായിട്ട് എന്ത് ചെയ്ത് കൂട്ടിച്ചേർന്നു. കൂട്ടിച്ചേർത്ത് വാട്ടറുമായിട്ട് കൂടി നമുക്ക് എന്ത് കിട്ടിയടാ? H2SO4 കിട്ടി. H2SO4 വീണ്ടും ഇതിനെന്ത് ചെയ്തോടാ? വീണ്ടും വാട്ടറുമായി ട്രീറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടിയടാ? ഒലിയം കിട്ടി. ഒലിയം H2SO7 വീണ്ടും എന്ത് ചെയ്തു? ഒലിയമായിട്ട് ട്രീറ്റ് സമയത്ത് നമുക്ക് എന്ത് കിട്ടി? ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് കിട്ടി. ഇതാണ് മക്കൾ എന്ത് ചെയ്യുക? ഈ ഒരു സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെഡിയാണോ? എടാ സൾഫ്യൂരിക് ആസിഡ് 2 പ്രോപ്പർട്ടി പഠിച്ചോളി. സൾഫ്യൂരിക് ആസിഡ് വാട്ടറിൽ എന്ത് ചെയ്യുക? ഡിസോൾവ് ചെയ്യുന്നു. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് മക്കളെ ഡെൻസർ ദാൻ ദി വാട്ടർ ആണ്. റെഡിയാണോ? വാട്ടറുമായിട്ട് ഡെൻസർ വളരെ കൂടുതലാണ് സൾഫ്യൂരിക് ആസിഡ്. റെഡിയാണോ? നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ വിസ്കോസിറ്റീസ് മോർ ദാൻ ദാറ്റ് ഓഫ് ആരടാ? വാട്ടർ. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് ഡെൻസർ ദാൻ ദി വാട്ടറുമാണ്. പിന്നെ അതുപോലെ വിസ്കോസിറ്റി വളരെ കൂടുതലാണ് സൾഫ്യൂരിക് ആസിഡിന്. റെഡിയാണോ? സോ ഇതുകൂടെ നമുക്ക് എന്ത് ചെയ്തോടാ? ഈ 7ാമത്തെ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവറേജ് നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയിട്ടുണ്ട്. റെഡിയാണോ? വീണ്ടും ഇതിൻ്റെ PYQമായിട്ട് എന്ത് ചെയ്യുക? നെക്സ്റ്റ് സെഷനുമായിട്ട് കാണാം. താങ്ക് യു.